മോർണിംഗ് ന്യൂസിന് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. എങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷം. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ചെറിയ പെരുന്നാളാണ്. ഇത്തവണ നോമ്പ് 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. വ്രതത്തിലൂടെ നേടിയ പവിത്രതയും ചൈതന്യവും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാം എന്ന പ്രതിജ്ഞയോടെയാണ് ഓരോ വിശ്വാസിയും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. റംസാൻ 29 പൂർത്തിയാക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ അഥവാ സപ്പറ കണ്ടതോടെ പള്ളികളിൽ നിന്ന് തക്ബീർ ധ്വനികൾ ഉയർന്നു. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഫിത്തർ സക്കാത്ത് വിതരണവും പൂർത്തിയാക്കി. കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ 29 ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത്. ഒരു മാസം നീണ്ടുനിന്ന അനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനവും മറ്റ് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളും അതെല്ലാം കഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ ആണ് ഇപ്പോൾ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ശുദ്ധീകരണത്തിൻ്റെ ആഘോഷമായിട്ടാണ് പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കേണ്ടത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അത്തർ പൂശി വിശ്വാസികൾ മസ്ജിദുകളിലെത്തി ഇനി പെരുന്നാൾ നമസ്കരിക്കും. തുടർന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളിൽ സിയാറത്ത്. ശേഷം പരസ്പരം ആക്ലേശിച്ചും സന്തോഷം പങ്കുവെച്ചുമാണ് ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങുക. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ചെറിയ പെരുന്നാൾ സന്തോഷം പങ്കിടും. ശേഷം ബന്ധുവീടുകളിലും സുഹൃത്ത് വീടുകളിലുമുള്ള സന്ദർശനം. അക്രമവും ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സമൂഹം ലഹരി മുക്തമാവുക എന്നുള്ളതാണ് ഇത്തവണ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തിട്ടുള്ള പെരുന്നാൾ സന്ദേശം. 24 കോഴിക്കോട്. റിയാദിലെ മലയാളി സമൂഹവും ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. ഫ്ളാറ്റുകളിൽ ഒത്തുചേർന്നുള്ള മലയാളി കുടുംബങ്ങളുടെ ആഘോഷം അത് നാട്ടിലെ പെരുന്നാളിന്റെ പ്രതീതി ഉണർത്തി. ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിയിലൂടെ നേടിയ ആത്മീയ ചൈതന്യത്തിൻ്റെ കരുത്തുമായാണ് റിയാദിലെ പ്രവാസി മലയാളികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത്. ഈദ് നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സൗഹൃദം കൈമാറിയും വിശ്വാസികൾ വീട്ടിലേക്ക് മടങ്ങി. പാട്ടും ഒപ്പനയും മൈലാഞ്ചിയിടലും രുചിയൂർന്ന വിഭവങ്ങളുമൊക്കെയായി നാട്ടിലെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ അതേ പൊലിമയോടെയാണ് പ്രവാസി ലോകത്തെ മലയാളി കുടുംബങ്ങളും ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും ഇടങ്ങളായി മാറുകയായിരുന്നു ഓരോ വീടുകളും. 12ഓളം മലയാളി ഫാമിലികൾ ഒന്നിച്ച് ഒരു കുടുംബം പോലെ വസിക്കുന്ന ഈ ഫ്ലാറ്റിലാണ് ഞങ്ങൾ ഈദും ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം ഒന്നിച്ച് ആഘോഷിക്കാറ്. പെരുന്നാൾ തലേന്നണിഞ്ഞ മൈലാഞ്ചി കുളിർമയുള്ള കൈകളുമായി വീട്ടമ്മമാർ പാചക ജോലികളിലേക്ക് കടന്നു. പാട്ടുപാടിയും ഒപ്പനമുട്ടിയും മധുരം വിതരണം ചെയ്തും കുട്ടികളും മുതിർന്നവരും ആഘോഷത്തിമിർപ്പിലമർന്നു. ഈദുൽ ഫിത്തർ ആഘോഷത്തോടനുബന്ധിച്ച് സൗദി എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നിരവധി സാംസ്കാരിക പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാദ് ബോളിവുഡ് സിറ്റിയിൽ വൈകിട്ട് നടന്ന വെടിമരുന്ന് പ്രയോഗം ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളിൽ ഒട്ടേറെ മലയാളികളും പങ്കെടുത്തു. ഇതിനു പുറമെ തിങ്കളാഴ്ച മുതൽ വാരാന്ത്യം വരെയുള്ള ദിവസങ്ങളിൽ റിയാദിലെ നിരവധി മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നാട്ടിൽ നിന്നുള്ള പ്രമുഖ കലാകാരന്മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. റീ എഡിറ്റ് പൂർത്തിയാക്കിയ എമ്പുരാൻ ഉടൻ തിയേറ്ററുകളിലെത്തും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചിത്രം എത്തുമെന്നാണ് തിയേറ്റർ ഉടമകൾക്ക് ലഭിച്ച വിവരം. റീ എഡിറ്റ് സെൻസർ ബോർഡ് അംഗീകരിക്കുന്ന മുറയ്ക്കാകും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ആദ്യ ഭാഗങ്ങളിലെ 3 മിനിറ്റ് രംഗമാണ് വെട്ടിയത്. വിവാദമായ വില്ലന്റെ ബജ്രംഗി എന്ന പേരും മാറ്റി. RSSന്റെ ഭാഗത്ത് നിന്നുയർന്ന ശക്തമായ എതിർപ്പിന് പിന്നാലെയാണ് ചിത്രം റീ എഡിറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ എത്തിയത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം ചിത്രത്തിന് പൂർണ്ണ പിന്തുണ നൽകിയെങ്കിലും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് റീ എഡിറ്റ് ചെയ്തത്.
അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. ലഹരിക്കും അക്രമത്തിനുമെതിരായി 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര ഇന്ന് തൃശൂർ ജില്ലയിലാണ്. കൊരട്ടി ജംഗ്ഷനിൽ ഗുഡ് മോർണിംഗ് വിത്ത് R. ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടി യാത്രയ്ക്ക് തുടക്കമാകും. MAMHSS കൊരട്ടി, കിൻഫ്ര, സെന്റ് മേരീസ് ഫെറോന ചർച്ച് എന്നിവിടങ്ങളിൽ യാത്രയെത്തും. 8:30 ചാലക്കുടി കലാഭവൻ മണി പാർക്കിൽ എത്തുന്ന യാത്ര ചാലക്കുടി പള്ളിയിൽ സമാപിക്കും. 11:30 മുരിയാട് പഞ്ചായത്ത് ഹാളിൽ ലഹരിവിരുദ്ധ സംഗമം നടക്കും. 3 മണിക്ക് മാള കാർമൽ കോളേജിൽ SKN ലഹരിവിരുദ്ധ സന്ദേശം പങ്കുവയ്ക്കും. തളിക്കുളം സ്നേഹതീരം ബീച്ചിലെ ജനകീയ ലഹരി വിരുദ്ധ സംഗമത്തോടെ തൃശ്ശൂരിലെ ആദ്യ ദിന യാത്രയ്ക്ക് സമാപനമാകും. SKN നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. അതിന് 24-ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജിലും നിങ്ങൾക്ക് സന്ദർശനം നടത്താവുന്നതാണ്. മ്യാൻമർ ബാങ്കോക്ക് ഭൂചലനത്തിൽ മരണം 1700-ആയി. 3000-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. ദുരന്ത മേഖലയിൽ 3-ാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാദൌത്യത്തിനിടെ തുടർചലനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള മാന്റല നഗരത്തിലാണ് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന മെഡിക്കൽ വസ്തുക്കൾ എത്തിച്ചു. ലോകരാജ്യങ്ങളുടെ സഹായവും മ്യാൻമറിലേക്ക് എത്തുന്നുണ്ട്. അതിനിടെ പസഫിക് ദ്വീപ് രാഷ്ട്രമായ ടോങ്കയിൽ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയതിനെ തുടർന്ന് നൽകിയ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ 400 ഏക്കർ വനഭൂമി ലേലം ചെയ്യാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ആക്ഷൻ കൗൺസിൽ. രാത്രി വൈകിയും പ്രധാന ഗേറ്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ക്യാമ്പസിലെ ഈസ്റ്റ് ഗേറ്റ് പോലീസ് പൂട്ടി. ഇന്നലെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഹൈദരാബാദ് സർവകലാശാലയ്ക്കുള്ളിലെ 400 ഏക്കർ വനഭൂമി ലേലം ചെയ്യാനുള്ള തെലങ്കാന സർക്കാർ നീക്കത്തിലാണ് വലിയ പ്രതിഷേധം. നീക്കം സർക്കാർ പുനരാലോചിക്കും എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ വനം വെട്ടിത്തെളിക്കാൻ ഉദ്യോഗസ്ഥരടക്കം ക്യാമ്പസിനകത്ത് കയറിയത്. വിവരമറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തി. വിദ്യാർത്ഥികളെയും പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഒരു മാധ്യമപ്രവർത്തകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ രാത്രി വൈകിയും ക്യാമ്പസിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ സമരം തുടർന്നു. വനഭൂമി ലേലം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ. ഈ 400 ഏക്കർ ഭൂമി ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് എന്നതിനപ്പുറം ഈ ഹൈദരാബാദ് സിറ്റിയിലെ ഏറ്റവും അവസാനത്തെ അർബൻ ഫോറസ്റ്റുകളിലൊന്നാണ്. ഇത് നശിപ്പിക്കുന്നത് വഴി ഇവിടെ നിലനിൽക്കുന്ന വലിയ രീതിയിലുള്ള ജൈവസമ്പത്തിനെയും അതുപോലെ ഹൈദരാബാദിലെ പൊല്യൂഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെയും അതുപോലെ തന്നെ ഹൈദരാബാദ് നഗരത്തിന്റെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ സൈക്കിൾസിനും പൊല്യൂട്ടൻസിന്റെ സർക്കുലേഷനും ഒക്കെ കാരണമാവുന്ന രീതിയിലുള്ള വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ തെലങ്കാന ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. തെലങ്കാന ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ വഴിയാണ് ലേലം നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിഷയത്തിൽ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച തെലങ്കാന ഹൈക്കോടതി ഏപ്രിൽ 7-നകം സർക്കാർ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ചെന്നൈ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കനത്ത നാശനഷ്ടം സംഭവിച്ച ഒരാളാണ് ചൂരൽമലയിലെ അണ്ണയ്യൻ. 2 ഏക്കർ തോട്ടവും വീടും വാഹനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട അണ്ണയ്യന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ 24 പലതവണ റിപ്പോർട്ട് ചെയ്തു. ഇദ്ദേഹത്തിന് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ 24 ഇമ്പാക്ട്. ചൂരൽമല ദുരന്തത്തിൽ 55 മൃതദേഹങ്ങളാണ് അണ്ണയ്യൻ എന്ന കർഷകന്റെ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് കിട്ടിയത്. ഈ ഭൂമിയും അതിലൊരു വീടും 2 വാഹനങ്ങളും ചൂരൽമല ജംഗ്ഷനിലെ 4 കടമുറികളും ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട ആളാണ് ഈ അണ്ണയ്യൻ. കൂറ്റൻ മരങ്ങളടിഞ്ഞ ഭൂമി കൃഷിയോഗ്യമാക്കി തരണം എന്നത് മാത്രമാണ് അണ്ണയ്യന്റെ ഒരേ ഒരു അഭ്യർത്ഥന. ഞങ്ങൾ പെറ്റു വളർന്ന ഇവിടെ തന്നെയാണ്. മുണ്ടക്കൈയിൽ ഉരുൾ പൊട്ടി വരുന്ന ഭാഗത്തു നിന്നാണ് ഞങ്ങൾ പെറ്റു വളർന്ന സ്ഥലം.
ഇതിൽ നല്ലൊരു കൃഷിയായിരുന്നു ഉണ്ടായത്. ഫുൾ കാപ്പിയാണ് ഈ തോട്ടത്തിലുള്ളത്. കാപ്പി എന്ന് പറഞ്ഞാൽ വെള്ളാർമല വില്ലേജിൽ ഇങ്ങനത്തെ ഒരു തോട്ടം എവിടെയില്ല. സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്ത സർവ്വതും നഷ്ടപ്പെട്ട അനുഭവമാണ് അണ്ണയ്യൻ എന്ന കർഷകനുള്ളത്. വീട്, 2 ഏക്കർ ഭൂമി, ഇതിലെ കൃഷി, വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ, ചൂരൽമല ജംഗ്ഷനിലെ കടമുറികൾ, വാഹനങ്ങൾ എല്ലാം ഉരുളെടുത്തു. കൃഷിഭൂമിയിൽ അടിഞ്ഞുകിടക്കുന്ന മരത്തടികൾ മാറ്റിയാൽ താൻ വീണ്ടും കൈക്കോട്ടുമായി ഇറങ്ങുമെന്ന ദൃഢനിശ്ചയമാണ് അണ്ണയ്യനുള്ളത്. 24 നിരവധി തവണയാണ് അണ്ണയ്യനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇദ്ദേഹത്തെ സഹായിക്കാൻ കാലിക്കറ്റ് സർവകലാശാല സ്റ്റാഫ് ഓർഗനൈസേഷൻ തയ്യാറായി. ഒരു ഓട്ടോറിക്ഷയാണ് സംഘടന ടി സിദ്ദിഖ് MLA വഴി കൈമാറിയത്. സഹായങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി അണ്ണയ്യൻ ആവർത്തിക്കുന്നത് കൃഷിഭൂമിയിലെ അടിഞ്ഞുകിടക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്തു തരണം എന്നാണ്. ഈ 24 ചാനലാണ് എനിക്ക് ഈ പ്രശ്നം എല്ലാ നാട്ടിലും അറിയിച്ചത്. ഏറ്റവും കൂടുതൽ അവരോട് എനിക്ക് നന്ദി അറിയിക്കാനുണ്ട്. അതിനോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹികളോടും എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇത് ചെയ്തു തന്ന അവരോടും അവരുടെ കുടുംബത്തിനോടും എനിക്ക് നന്ദി പറയാനുണ്ട്. കഴിയുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ മരങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. അണ്ണയ്യൻ്റെ ചൂരൽമലയിലെ ഭൂമിയിൽ നിന്നാണ് 50-ലേറെ മൃതദേഹങ്ങൾ വീണ്ടെടുത്തത്. 24 വയനാട്. വാർത്തകളിലേക്ക് വീണ്ടും. കോഴിക്കോട് 13 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ പൂനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി പൂനെ എക്സ്പ്രസിൽ കുട്ടി കയറിയിട്ടുണ്ട് എന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വേദവ്യാസ സൈനിക് സ്കൂളിലെ 7ാം ക്ലാസ്സുകാരൻ ബീഹാർ സ്വദേശി സംസ്കാർ കുമാറിനെ കാണാതായത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, പുതുതായി പുറത്തുവന്ന CCTV ദൃശ്യം അത് കേന്ദ്രീകരിച്ച് കൂടുതലിടങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. പൂനെയാണിപ്പോൾ തെരച്ചിലിൻ്റെ ഒരു ഫോക്കസായി മാറുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്? എന്തെങ്കിലും സൂചനകൾ പോലീസിന് മുമ്പിലുണ്ടോ രാഹുൽ? രജിത്ത്, അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് കോഴിക്കോട് നിന്നും ഈ 13 വയസ്സുകാരനെ കാണാതാകുന്നത്. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു. കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ഈ കുട്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പൂനെ എക്സ്പ്രസിൽ കയറി രക്ഷപ്പെടുന്ന ഒരു CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ CCTV ആണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവ്. അതുകൊണ്ട് കുട്ടി കേരളം വിട്ട് പൂനെയിലേക്ക് പോയി എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് വേദവ്യാസ സൈനിക സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഈ കുട്ടി. ഹോസ്റ്റലിൽ നിന്നും ഈ മതിൽ ചാടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആദ്യം പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് നിന്നും കുട്ടി രക്ഷപ്പെട്ടു എന്ന വിവരം പോലീസ് ലഭിച്ചത്. എന്തായാലും നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടി മറ്റു ബന്ധുക്കളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോഴും പുരോഗമിക്കുന്നു. ഒരാഴ്ച പിന്നിടുമ്പോഴും കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും അതോടൊപ്പം തന്നെ നടക്കാവ് പോലീസും ഉള്ളത്. റിജിത്ത്. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിടുന്നു. ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സമരം കടുപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനം. 50ഓളം ആശമാർ ഇന്ന് സമരപ്പന്തലിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും. കഴിഞ്ഞ മാസം 10-നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം തുടങ്ങിയത്. ഓണറേറിയം 21,000 ആക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഇൻസെന്റീവിലെ വ്യവസ്ഥകൾ ഒഴിവാക്കുക തുടങ്ങിയതായിരുന്നു ആവശ്യങ്ങൾ. ഭൂരിപക്ഷം വരുന്ന ആശമാരും ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ സമരത്തെ സർക്കാർ ഗൗരവമായി എടുത്തില്ല. പിന്നെ മെല്ലെ പൊതുജനം സമരമേറ്റെടുത്തു. ഇടതുപക്ഷമൊഴികെയുള്ള രാഷ്ട്രീയ നേതാക്കൾ സമരവേദിയിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. സമരം പൊളിക്കാൻ മറുസമരവുമായി CITU രംഗത്തെത്തിയെങ്കിലും വിജയിച്ചില്ല. സമര നേതാക്കളെ CITU നേതാക്കൾ അപഹസിച്ചത് വലിയ ചർച്ചയായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വരവോടെ സമരത്തിനൊരു ദേശീയ മുഖം കൈവന്നു. മണിമുറ്റത്താവണിപ്പന്തൽ
ആശമാർ കേന്ദ്ര സ്കീമിലെ ജീവനക്കാരാണെന്നും ഓണറേറിയം കൂട്ടേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം വിരൽ ചൂണ്ടുമ്പോഴും സമരം ചെയ്തവരുടെ ആവശ്യങ്ങൾ മാത്രം ആരും ഗൗനിച്ചില്ല. ഇതിനിടെ സമരവേദി പൊളിക്കാനുള്ള പോലീസ് നീക്കം വലിയ വിമർശനത്തിനിടയാക്കി. സെക്രട്ടേറിയറ്റ് ഉപരോധം, നിരാഹാര സമരം അങ്ങനെ മുറകൾ ആശമാർ മാറ്റി മാറ്റി പരീക്ഷിച്ചു. പക്ഷേ സർക്കാർ ഇടപെടൽ മാത്രം അകലെ. 24 തിരുവനന്തപുരം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സമരവേദിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, സമരം ഇന്നേക്ക് 50 ദിവസത്തിലേക്ക് എത്തുകയാണ്. അതിനിടെ പലതവണ സമരത്തിന്റെ മുഖം മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ അത് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നതും ഇപ്പോഴിതാ 50-ാം ദിനത്തിൽ അതൊരു മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് മാറുകയുമാണ്. ഒരുപാട് പേരുടെ പിന്തുണ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ഐക്യദാർഢ്യം സമരത്തിനുണ്ടാവുന്നുണ്ട്. അജീഷ് ജയകുമാർ. രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 50-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇവരുടെ സമരം. മാത്രമല്ല, നിരാഹാര സമരം ഇന്ന് 12-ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് 11 മണിയോടെയാണ് ഇവരുടെ സമരം ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. ഇന്ന് കാരണം നിരാഹാരം പട്ടിണി കിടന്നിട്ടും അല്ലാതെ സമരം നടന്നിട്ടും ഒരുപാട് സമരമുറകൾ മാറ്റി പരീക്ഷിച്ചിട്ടും ഒന്നും ഈ ഇവരുടെ ആവശ്യങ്ങൾ മാത്രം അംഗീകരിക്കപ്പെടുന്നില്ല, ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സമരം ശക്തമാക്കാൻ ഈ അസോസിയേഷൻ തീരുമാനിക്കുന്നത്. 11 മണിയോടെയാണ് ഈ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധിക്കുന്നത്. ഇന്ന് ഇവർക്ക് ഐക്യദാർഢ്യവുമായി കൂടുതൽ പേർ പല ജില്ലകളിൽ നിന്ന് എത്തും. കൂടാതെ തന്നെ ഈ നിരാഹാരം ോടൊപ്പം തന്നെ കൂടുതൽ പേർ നിരാഹാര സമരവും ഇരിക്കും. സർക്കാരിന്റെ നിലപാടൊന്നും മയപ്പെടുത്തുക, അല്ലെങ്കിൽ സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കുക, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷേ ഈ നിരാഹാര സമരം പോലും 12 ദിവസം കഴിഞ്ഞിട്ടും ഇവരെ ആരും ചർച്ചയ്ക്ക് വിളിച്ചില്ല. കൂടാതെ തന്നെ പല നേതാക്കളും ഇവർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, ഇന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് വീണ്ടും ഈ സമരവേദിയിലേക്കും. K സുരേന്ദ്രൻ ആദ്യമായിട്ടാണ് ഈ സമരവേദിയിലേക്ക് എത്തുന്നത്. നേരത്തെ സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ എത്തിയിട്ടുണ്ടെങ്കിലും BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുഖം സംസ്ഥാന നേതാവ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് അദ്ദേഹം കൂടി എത്തുന്നതോടെ BJP അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇതിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം കാര്യങ്ങളിലേക്ക് എത്തും. എന്തായാലും ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ആ സമരം സർക്കാർ ഒത്തുതീർപ്പാക്കുന്നതുവരെ അവരുടെ ഈ സമരം അവസാനിപ്പിക്കില്ല. അത് തന്നെയാണ് അവർ ആദ്യ ദിവസം മുതൽ പറയുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ശരി, അജീഷ് ജയകുമാർ സമരപ്പന്തലിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആശമാരുടെ സമരം ഇന്ന് 50 ദിവസത്തിലേക്ക് എത്തുകയാണ്. 11 മണിയോടുകൂടി മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ആശമാർ കടക്കും. ആണവ പദ്ധതി വിഷയത്തിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ. മധ്യസ്ഥർ വഴി ചർച്ചയാകാം എന്നാണ് ഇറാൻ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഈ ആണവ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ആക്രമിക്കാൻ മടിക്കില്ല എന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇറാന്റെ പ്രതികരണം ഔദ്യോഗികമായി വരുന്നത്. എന്താണ് ഇറാൻ സ്വീകരിക്കുന്ന നിലപാട്? മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് റീജിത്ത്. ഇറാന്റെ ആണവ പദ്ധതികളെ പറ്റി ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിക്ക് നേരത്തെ ഒരു കത്തയച്ചിരുന്നു. ട്രംപിന്റെ ആദ്യ ടേമിൽ ഉണ്ടായ ഉടമ്പടിക്ക് പകരം പുതിയൊരു കരാർ വേണമെന്നായിരുന്നു ട്രംപിന്റെ ഈ കത്തിലെ പ്രധാന ആവശ്യം. എന്നാൽ അത്തരമൊരു കരാർ പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ സൈനിക നടപടി ഉണ്ടായേക്കുമെന്നും ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസോക്കി ആണ് ഈ വിവരം ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത്. ഇറാന്റെ സന്ദേശം ഒമാൻ വഴി അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞതായിട്ടും മസൂദ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ഇടനിലക്കാരിലൂടെയുള്ള ചർച്ചകൾ തള്ളിക്കളഞ്ഞിട്ടുമില്ല. ഇറാൻ ഒരിക്കലും ചർച്ചകൾ ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ മുമ്പ് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചത് മൂലം ഇറാന് പല കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറയുന്നു. മുന്നോട്ട് പോകും മുമ്പ് അമേരിക്കയുടെ മേൽ ഇറാന് വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് മസൂദ് എടുക്കുന്ന നിലപാട്. അതേസമയം അമേരിക്കയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാന്റെ കൈകളിൽ ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട്. തന്നെയുമല്ല, വേണ്ടി വന്നാൽ ഒരു സൈനിക നടപടി തള്ളിക്കളയാൻ പറ്റത്തില്ലെന്നുമാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. റീജിത്ത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്തെ പ്രമുഖ ഇലക്ട്രോണിക് ഗൃഹോപകരണ വിതരണക്കാരായ ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ 56ാമത് ഹൈടെക് ഷോറൂം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം തുടങ്ങി. വടക്കാഞ്ചേരി ഷൊർണൂർ റോഡിൽ ഉത്രാളിക്കാവിന് സമീപമാണ് പുതിയ ഷോറൂം. നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് ഉദ്ഘാടനം ചെയ്തു.
പുതിയ കളക്ഷനുമായാണ് ഗോപു നന്ദലത്ത് ജി മാർട്ടിന്റെ 56ാമത് ഹൈടെക് ഷോറൂം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത് ഉദ്ഘാടനം ചെയ്തു. ഷൈനി ഗോപു നന്ദലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് എന്നിവർ ചേർന്ന് ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഗൃഹോപകരണങ്ങൾക്ക് 50% വിലക്കുറവടക്കമുള്ള നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സമ്മർ സീസണിൽ ഗോപുനന്ദി ജി മാർട്ട് ചില്ലാക്സ് ഓഫറിലൂടെ 10 കാറുകളാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നത്. അതിന് പുറമെ AC-കൾക്ക് 50% വരെ വിലക്കുറവും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുമാണ് ഗോപുനന്ദി ജി മാർട്ട് നൽകുന്നത്. ഇന്ന് കേരളത്തിലെ തന്നെയല്ല, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബിസിനസ് ശൃംഖല തന്നെയാണ് ഗോപുനന്ദി ജി മാർട്ട്. ഒരു AC-യുടെ വിലയിൽ 2 AC-കളും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. മെയ് 31 വരെ ഓഫർ തുടരും. എല്ലാ സീസണൽ വൈസ് ആയിട്ടായാലും നോക്കിക്കഴിഞ്ഞാൽ ഗോപുനന്ദിലെ ജി മാർട്ടിൽ ഡിസ്കൗണ്ടുകളും അതിനുപരി കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഓഫേഴ്സും, ക്യാഷ് ബാക്ക് ആയിക്കോട്ടെ, കമ്പനി എക്സ്ട്രാ ബ്രാൻഡ് എന്നുള്ള ഓഫേഴ്സ് ആയിക്കോട്ടെ, അതിനുപരിയാണ് ഗോപുനന്ദിലെ ജി മാർട്ടിൻ്റെ ഡിസ്കൗണ്ട്സും. അതുമാത്രമല്ല, ഞങ്ങളുടെ സമ്മർ ഓഫറായിട്ടാണ് ചില്ലാക്സ് ഓഫറിലൂടെ 10 എക്സ്പ്രസോ കാറുകളുമാണ് ഞങ്ങൾ ഈ വർഷം കസ്റ്റമേഴ്സിനായിട്ട് നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ എക്സ്പ്രസോ കാറുകൾ നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ജില്ലകളിലും അപ്കമിംഗ് മാർക്കറ്റിലെല്ലാം ഗോപുനന്ദി ജി മാർട്ടിൻ്റെ സാന്നിധ്യം വരാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 10ഓളം ഷോറൂമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓണക്കാലത്തോട് നമ്മൾ ചെയർമാൻ പറഞ്ഞ പോലെ ഓണക്കാലത്തോടുകൂടി നമ്മൾ 10 ഷോറൂം കൂടി 65 ഷോറൂമിൽ നമ്മൾ എത്തിച്ചേരാൻ പോവുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ നന്ദലത്ത് ഗ്രൂപ്പ് CEO PO സുബൈർ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയ് NP തുടങ്ങിയവരും പങ്കെടുത്തു. 24 തൃശൂർ. IPL-ൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും. രാത്രി 7:30 മുംബൈ വാങ്കഡയിൽ നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് എതിരാളികൾ. തുടരെ 2 കളിയിൽ തോറ്റു തുടങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ. ആദ്യം തോറ്റെങ്കിലും തിരിച്ചടിച്ചു കയറി വന്ന നിലവിലെ ചാമ്പ്യന്മാർ. വാങ്കഡയിൽ നിന്ന് വമ്പന്മാരുടെ കൊമ്പ് കോർക്കൽ. പെരുമയ്ക്കൊത്ത പ്രകടനമില്ലാത്ത ബാറ്റിംഗ് നിരയാണ് ആദ്യ 2 കളികളിലും മുംബൈ ഇന്ത്യൻസിനെ ചതിച്ചത്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പ്രകടനത്തിലൂടെ പ്രതീക്ഷയായ രോഹിത് ശർമ്മ വീണ്ടും പഴയപടിയായി. ഓപ്പണിംഗിലെ കൂട്ടാളി ദക്ഷിണാഫ്രിക്കൻ താരം റിയാൻ റിക്കൾട്ടനും താളം കണ്ടെത്താനായിട്ടില്ല. പൊള്ളാർഡിനെയും ടിം ഡേവിഡിനെയും പോലെ വെടിക്കെട്ട് ഫിനിഷർമാർ ഇല്ലാത്തതാണ് ടീമിന്റെ ഏറ്റവും വലിയ പോരായ്മ. ബാറ്റർമാർ ഫോമിലേക്ക് ഉയർന്നില്ലെങ്കിൽ ജയത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും മുൻ ചാമ്പ്യന്മാർ. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരുവിനോട് തോറ്റെങ്കിലും രാജസ്ഥാനെ 8 വിക്കറ്റിന് തകർത്ത ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ക്വിന്റൺ ഡി കോക്ക്, വെങ്കടേഷ് അയ്യർ, ആന്ദ്രേ റസൽ, റിങ്കു സിംഗ് തുടങ്ങി വാങ്കഡയിൽ വെടിക്കെട്ടിന് തിരികൊളുത്താൻ പവർ ഹിറ്റർമാർ ഏറെയുണ്ട് KKR നിരയിൽ. അത്ര താരത്തിളക്കമില്ലാത്ത ബൗളിംഗ് നിര തിരിച്ചടി വാങ്ങാനും സാധ്യതയുണ്ട്. നേർക്കുനേർ കണക്കുകളിൽ മൃഗീയ ആധിപത്യമുണ്ട് മുംബൈക്ക്. 34 മത്സരങ്ങളിൽ 23-ലും ജയിച്ചത് മുംബൈ ഇന്ത്യൻസ്. ജയിച്ച 11 മത്സരങ്ങളിൽ കഴിഞ്ഞ സീസണിലെ 2 ഉൾപ്പെടെ 11 മത്സരങ്ങളിലാണ് കൊൽക്കത്തയ്ക്ക് ജയിക്കാനായത്. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി 100 ന്യൂസാണ്. പ്രധാനപ്പെട്ട 100 വാർത്തകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാൻ ചേരും. നമസ്കാരം.